ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡൈനിങ് ഹാളാണ്. സാധാരണ നമ്മൾ ബെഡ്റൂമൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തേക്കാണ് ഇങ്ങോട്ട് എത്താറ്. ഇത്തവണ മേലെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ പ്രയർ റൂമാണ് ചെയ്തത്, ഇന്ന് നമ്മൾ ഡൈനിങ് ഹാളാണ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു കാണുന്നുണ്ട് നിങ്ങൾക്ക് ലേസർ കട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു വിൻഡോ പോലത്തെ സംഭവങ്ങൾ, അതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ തുടക്കാറുണ്ട്. ഒരു ഒന്നരാടെങ്കിലും ഞാനൊക്കെ തുടക്കാറുണ്ട് കേട്ടോ. പക്ഷേ ടേബിളിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ ചെയർസിൻ്റെ അടിഭാഗം അതൊന്നും അങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല. സത്യത്തിൽ നമ്മളൊരു വീടൊക്കെ കയറ്റി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ പാട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കയ്യെത്തിയിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ മാറൽ വന്നിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും എത്രയോ നാളായി അതൊക്കെ ക്ലീൻ ചെയ്തിട്ടെന്ന്. ഞാൻ ആ ഗ്ലാസിൻ്റെ സെറ്റ് അവിടെ നിന്ന് എടുത്ത് വെക്കുമ്പോൾ അതിന് രണ്ട് വീണ് പൊട്ടിപ്പോയിട്ടോ. അത് അടിച്ച് വരികയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗ്ലാസ് ആയിരുന്നു. എന്താ ചെയ്യുക, കയ്യിൽ നിന്ന് വെളിക്ക് പോയി. ഇപ്പോൾ എന്താണെന്നാവോ, ആദ്യമൊക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഓരോന്ന് വീണ് പൊട്ടു കേട്ടോ. പിന്നെ അതങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പോൾ കുറച്ചായിട്ട് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഒരു 3-4 ദിവസമായി എൻ്റെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ ഡെയിലി വെച്ച് പൊട്ടി പോകണു. കുറച്ചൊരു കഴുകലും മോറലൊക്കെ ഉണ്ടെങ്കിലാണ് നനച്ചൊലിക്കൊരു ഹരമുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ടേബിളിൻ്റെ കസേരൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് എടുത്തിട്ടതാട്ടോ. അങ്ങനെയല്ല കേട്ടോ, അതിനകത്തൊക്കെ നിറയെ മാറുമല്ലുണ്ടായിരുന്നു. അപ്പോൾ പുറത്തിട്ടിട്ട് കഴുകുമ്പോൾ കറക്റ്റായിട്ടാണ് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കഴുകുന്നത് കണ്ടപ്പോൾ അപ്പുറത്തുനിന്ന് എൻ്റെ അമ്മ പറയുന്നുണ്ട്, പണ്ടൊക്കെ പാറകത്തിൻ്റെ ഇല എന്തോ എന്തോ പാറകത്തിൻ്റെ ഇല അതിൻ്റെ പറഞ്ഞു തോന്നുന്നു ഇട്ടിട്ടാണ് കഴുകാറെന്ന്. ഇപ്പോഴൊക്കെ പാറകത്തിൻ്റെ ഇലയൊക്കെ ഇട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പോളിഷൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇനി ബാത്റൂം കഴുകാം. ബാത്റൂം കഴുകുന്നത് ഞാനിതിന് മുന്നേ ഒന്നും കാട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാത്റൂം കഴുകാൻ ഹാർപ്പിക്കാണ് യൂസ് ചെയ്യാറ് കേട്ടോ. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം തോന്നാറ്. പിന്നെ ഫ്ലോറിൽ ഞാൻ അതിൻ്റെ റെഡ് ഹാർപ്പിക് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഇത്തവണ ഞാൻ ഹാർപ്പിക് വാങ്ങാൻ പോയപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വേറൊരു കമ്പനി എന്താ റൈസോ എന്നിട്ട് അപ്പോൾ അത് തന്നിട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല ഈട് നിൽക്കുന്നുണ്ട്. ഒരു ഇച്ചിരി ആക്കുമ്പോഴത്തേനും നന്നായി പതയും നന്നായി ചളിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഷ്ടമല്ല, മനസ്സോടെ മേടിച്ചതാണ്. കാരണം എന്താവും എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഒരു വട്ടം നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണ്. സംഭവം കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തിനാണ് ബാത്റൂം കഴുകുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ബാത്റൂമിൻ്റെ ബ്രഷൊക്കെ ഉണ്ടോ ഹാങ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ. അതുപോലെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ട്. അപ്പോൾ നല്ല ഹെൽപ്പാണ് കേട്ടോ. നമുക്ക് ഈ ബ്രഷ് ഇങ്ങനെ അവിടെ ഇവിടെ വെക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ തൂക്കിയിടുമ്പോൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം. ഇത് മോൻ്റെ കബോർഡാണ് കേട്ടോ. വീട്ടിൽ നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും ഒതുങ്ങിയിരിക്കാത്ത ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ അതൊക്കെയാണ് കേട്ടോ. അലമാറകൾ ഒതുങ്ങിയിരിക്കില്ല, കുട്ടികളുടെ ഡ്രസ്സിങ് ടേബിൾ ഒതുങ്ങിയിരിക്കില്ല അല്ലേ. അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കബോർഡും അതേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒതുങ്ങിയിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്നൊരു പാൻറ്റൊക്കെ ഇങ്ങനെ വെക്കുന്നൊരു സംഭവം എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലൊന്ന് ഒതുക്കി വെച്ച് നോക്കിയൊക്കെ. കുറച്ച് ദിവസമായി അത് വന്നിട്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു ടൈമിങ് കിട്ടാത്തത് കാരണം അത് നിന്നിട്ടുണ്ടായിരുന്നില്ല. സംഭവം അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കാരണം നല്ല കറക്റ്റായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ മേലക്കാവ് മടക്കി വെക്കുക അവർക്ക്. അപ്പോൾ അടിയത്തെ തന്നെ കിട്ടേണ്ടതെങ്കിൽ അടിയത്തെ പിടിച്ച് വലിക്കുമ്പോൾ മേലത്തൊക്കെ കൂടെ അവിടെ വീഴും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വീണ്ടും അതിനകത്തേക്ക് തന്നെ കയറ്റി വെക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു അടുക്കും ചിട്ടിയില്ലാതിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും നമുക്കല്ലേ. ഇതാകുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അവർക്ക് ഏത് പാൻറ്റ് വേണോ അല്ലെങ്കിൽ ഏത് ഷർട്ട് വേണമെങ്കിൽ അത് എടുക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ അതാ ഞാനിതൊക്കെ പാൻറ്റ് അങ്ങനെ ഒരെണ്ണത്തിന് മടക്കി വെച്ചിട്ടോ. ഇനി നമ്മളിതാ കുറച്ച് ഹുഡീസൊക്കെ കൂടെ അതിന് മടക്കി വെക്കുകയാണേ. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിലും നമുക്കൊന്ന് മെനക്കെട്ടാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയേക്കണം. കാരണം ഇത് 3 ഒരു പാക്കാണ് ഓർഡർ ചെയ്തത് കേട്ടോ. 500 സംതിങ് റുപ്പീസായിരുന്നു റേറ്റ്. അപ്പോൾ 2 ഞാനിപ്പോൾ പിന്നെ യൂസ് ചെയ്തു. ഇനി ഒരെണ്ണം ബാലൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടെ ഒരെണ്ണം കൂടെയൊക്കെ ഇങ്ങനത്തെ ഒന്നുകൂടി ഉണ്ടാക്കി നോക്കിയിട്ട് ഇനി മക്കളുടെ വാർഡ്രോബൊക്കെ ഒന്ന് വൃത്തിയാക്കി നോക്കി വെക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേക്കണം. അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും കാണുമ്പോൾ നമുക്കില്ല കേട്ടോ. പിന്നെ ഈ കാർഡ്ബോർഡ് പെട്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ സ്റ്റോറേജ് ബോക്സസ് ഉണ്ടാക്കാം കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണിത്. ഞാൻ ഇന്നറും അതുപോലെ പാൻറ്റീസും സോക്സും അങ്ങനെയുള്ളതൊക്കെ വെക്കാനും വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് എത്രയോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവരുന്ന കാർഡ്ബോർഡ് ബോക്സുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചാൽ മതി. അതിങ്ങനെ കളർ പേപ്പർ ഒട്ടിക്കണമെന്നൊന്നുമില്ല. ഞാനിതിപ്പോൾ അങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു ഇച്ചിരി ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കളർ പേപ്പർ ഒട്ടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ഇവിടെ അങ്ങനെ സെറ്റായിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുക്കാനും അതുപോലെ എല്ലാത്തിനും സുഖമാണ്. ഇത് എൻ്റെ സോക്സ് എവിടെ, എൻ്റെ ബനിയൻ എവിടെയെന്നൊന്നും ചോദിച്ചിട്ട് വിളിച്ച് പോകേണ്ട ആവശ്യമില്ല. അതന്നെ കറക്റ്റായിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അങ്ങനെയൊക്കെ മടക്കി വെക്കുന്നത് കാണുമ്പോൾ അവരും അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാനും ശ്രമിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് അവർക്ക് കൊടുന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം അതുപോലെ ക്ലീൻ ആക്കിയിട്ട് മടക്കി വെക്കാൻ. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവരത് ക്ലീനായിട്ട് അതിനകത്തേക്ക് മടക്കി വെക്കും.
അപ്പോൾ അതാ നമ്മളിത് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഷെൽഫിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ വിചാരിക്കുക ഇച്ചിരി നേരത്തെ എന്തുകൊണ്ട് ഞാനിത് ഓർഡർ ചെയ്തില്ല എന്ന്. ഞാനിത് എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ, എന്നെ എന്താ പറയുക പരസ്യമായിട്ടൊക്കെ. പക്ഷേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് അതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിങ്ങനെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ എടുക്കും വേണമെന്ന് വിചാരിച്ചിട്ട് സത്യം പറയാലോ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് തന്നെയാണ് കേട്ടോ. പക്ഷേ അത് എനിക്ക് ഇത്രയും ഉപകാരപ്പെടുന്നൊന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഒരെണ്ണം ഓർഡർ ചെയ്യണം, അതല്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ അതാ മോൻ്റെ കബോർഡ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോനും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.